മെഡിക്കൽ കോളേജിലെ മിഷൻ എന്ന വിഷഗ്വര സംഘടന ഏർപ്പെടുത്തിയ ഡോക്ടർ സാജു മെമ്മോറിയൽ പുരസ്കാരം 2008 ഇവർക്ക് നൽകപ്പെട്ടു. കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം സൂപ്രണ്ട് ഡോക്ടർ കുര്യാക്കോസാണ് അനില തന്നെ ഓടിക്കുന്ന ഓട്ടോറിക്ഷ വാങ്ങിച്ചു നൽകിയത്. നന്മയുടെ ഉറവകൾ മനുഷ്യ മനസ്സിൽ അദൃശ്യമായി നിലനിൽക്കുന്നുണ്ടെന്ന ബോധ്യം ഇവർക്ക് ആത്മവിശ്വാസം നൽകുന്നു. എന്ന് മുതലാണ് നിങ്ങൾ മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയത്? 2007 ജൂലൈ മെയ് 10. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സേവനം തുടങ്ങാൻ? അപ്പൊ ഈ നേർച്ച ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോഴാണ് ഈ ട്രൈബൽ പേഷ്യന്റ്. അപ്പൊ എനിക്ക് മനസ്സിലേക്ക് വരും ഇവർക്ക് ചോറ് കൊടുക്കാം. ഒരു ചോറ് ഞാൻ ഒരാഴ്ചയെങ്കിൽ 2 ദിവസം അങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞു. ചോറും കൊണ്ട് ഇതിപ്പോൾ തുണിയിൽ 5-ാം വാർഡിന്റെ വരാന്തയിൽ വയനാട്ടിൽ നിന്ന് വന്ന ഒരു ആദിവാസി സ്ത്രീ മാനസിക രോഗമുണ്ട്, വയറിളക്കമായിട്ട്. അപ്പൊ ഞങ്ങൾ ഈ ചോറ് കൊടുക്കുന്ന കണ്ടപ്പോൾ സിസ്റ്റർമാർ ഈ വാർഡിലുണ്ടെന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ അന്ന് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ പപ്പയ്ക്ക് ജോലിയുണ്ട്. ഞാനെപ്പോഴും ഒരു ചെറിയ പണി ചെയ്തിരിക്കും. സോപ്പ് ഉണ്ടാക്കും, ലോഷൻ, മെഴുകുതിരി, കൊട, ഇങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കി ഞാൻ ഈ കടകളിലും മെഡിക്കോളിൻ്റെ സ്റ്റാഫിന് സെയിൽസ് ചെയ്യും. സർവ്വ സാധനങ്ങളും ഉണ്ടാക്കും. അപ്പോൾ മെഴുകുതിരി ഉണ്ടാക്കുന്നുണ്ടെന്ന്. മെഴുകുതിരി ഉണ്ടാക്കുന്ന ആ പൈസ എടുത്താണ് ഈ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 2 മാസം ഞങ്ങൾ 100ഓളം പേർക്ക് ചോറ് കൊടുത്തു. ദിവസം 100 പേർക്ക് ഞങ്ങൾ ചോറ് കൊടുത്തു. ദിവസം 100 പേർക്ക് ചോറ് കൊടുക്കുമ്പോൾ അരി മേടിക്കാൻ 30 കിലോ അരി കാണും. ഈ 30 കിലോ അരി റേഷൻ കടയിൽ ചെന്ന 10 രൂപയ്ക്ക് അരി മേടിക്കും. മാവേലി സ്റ്റോർ ഞാനും പപ്പയും പിള്ളേരും പോയി ക്യൂ നിൽക്കും. അങ്ങനെ അവസാനം വന്നപ്പോൾ 2 മാസം കഴിയാം. 2 മാസം കഴിഞ്ഞപ്പം അപ്പം നാളെ എന്ന് പറഞ്ഞ ദിവസം ഇവരോട് എല്ലാവരും ഇല്ലെന്ന് പറയണ്ടേ. അപ്പം ഞങ്ങൾ അസ്വസ്ഥയായി. കാരണം ഇത് നിർത്താൻ ആഗ്രഹമില്ല, ഇതിങ്ങളുടെ വിഷമം കണ്ടപ്പോൾ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാനിങ്ങനെ തീരുമാനിച്ചു തരും. പിറ്റേ ദിവസം ഒരു ചാക്കരി ഈ വാർഡിലുള്ള ഒരു സിഡ്കോയുടെ മാനേജർ മെഴുകുതിരി പുള്ളി എനിക്ക് തരുന്നത് മെഴുക്. അപ്പം മെഴുകുതിരി നല്ലോണം പോകുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി വീട്ടിൽ വന്നപ്പം പിള്ളേർ പപ്പയും അങ്ങനെ ചോറും കൊണ്ട് പോയതാണ്. അപ്പോൾ ആർക്കെങ്കിലും രോഗികൾക്ക് കൊടുക്കുന്നത് ഇത് കേട്ടോ പുള്ളിക്ക് അതൊരു മനസ്സുകൊണ്ട് തോന്നി. പുള്ളി ഒരു ചാക്കരി, ഒരു കുറ്റി ഗ്യാസ് ആ ഗേറ്റിങ് വെച്ചു. ഒരു കുറ്റി ഗ്യാസ്, ഒരു ചാക്കരി. ഈ ഒരു ചാക്കരി ഒരു കുറ്റി ഗ്യാസും കൊണ്ട് ഞങ്ങൾ തുടങ്ങിയത് ഇന്ന് വരെയും മുടക്കം കൂടാതെ. ഇപ്പം ഇന്ന് ഡിസ്ചാർജ് അനുസരിച്ച് നമുക്ക് ആൾ കൂടിയും കുറഞ്ഞു ഇരിക്കും. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ സെപ്റ്റംബർ വരെയൊക്കെ ഭയങ്കര ആള്. മഴയായോ കൂടുതൽ, അന്നേരം 10, 150, 100, 75 അങ്ങനെ. ഇങ്ങനെ നമ്മൾ ചെലവേണ്ടി വരുമ്പോൾ നമ്മൾ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള പപ്പയുടെ സറണ്ടർ PF ഒക്കെ ഞാൻ എടുത്ത് ഈ പാവങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാം. 3 കൊല്ലമായിട്ട് 2 കൊല്ലം കിട്ടിയ സറണ്ടർ PF ഇടയ്ക്കെടുക്കും. ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് ലയിപ്പിക്കും. അഗതികളെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും കരുതലായിട്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അതൊന്നും മാസങ്ങളിൽ കിട്ടുന്ന അവർക്ക് എന്തെങ്കിലും ആവശ്യം ഫീസ് കൊടുക്കുന്നു. ചോറ് അന്നന്ന് വെക്കുന്ന ചോറ്, ഇവിടെ വെക്കുന്ന ചോറില്ലേ, ഈ ചോറ് കൂട്ട് എൻ്റെ മക്കൾ കഴിക്കുക. വേറൊരു ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കില്ല. ഈ കറി കൂടി ഞങ്ങളുടെ പൈസ ഈ പാവങ്ങൾക്ക് കൊടുത്തിട്ട് ഇവർക്ക് ഈ കറിയും ഭക്ഷണം കൊടുക്കുന്നത്. ഇവിടെ വെക്കുന്ന മീന ഞങ്ങൾ കൊടുക്കുക, ഇവിടെ വെക്കുന്ന ഉപ്പുമാ ഞങ്ങൾ കൊടുക്കുക. ഭക്ഷണമാണ് എൻ്റെ മക്കൾക്ക് കൊടുക്കുക. പിന്നെ കൂടി അന്തേവാസിൽ കൊടുക്കുന്നത് ഞങ്ങൾ കഴിക്കുന്നത് ഒറ്റ ഭക്ഷണമാണ്. ഈ മക്കള് ഞങ്ങളും ദൈവവും തമ്മിലുള്ള ഒരു ഉടമ്പടി കൊണ്ടാണ് ഇന്ന് ഈ സോഷ്യൽ വർക്ക് നിൽക്കുന്നത്. കാരണം ഉണ്ടല്ലോ, മക്കളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് പട്ടിണി കിടക്കുന്നതിനോ മക്കൾക്കില്ലാന്ന് പറയുന്നതിനോ ഞങ്ങൾക്ക് വിഷമമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊരു അനുഭവം പറയാം. 36 ലക്ഷ്മി കിടന്നു, വയനാട് ആദിവാസി കൊച്ച്. അവൾ ഒരു കൊച്ചിന് ഗർഭിണി, കുട്ടി 6 മാസമേ ഉണ്ടായി. മുച്ചറിയ കൊച്ച് IMCH ICU കിടക്കുന്നു. ഇവള് 2ാമത്തെ ഗർഭിണിയായി, അബോർഷനായി, വയറൊക്കെ പഴുത്ത് 36 കിടക്കും. 36 പപ്പ 36 വടി കിടക്കുക. അപ്പോൾ അന്ന് എനിക്ക് തോന്നുകയാണ് രാവിലെ തന്നെ ലക്ഷ്മിയുടെ വാർഡിലോട്ട് പോകും. അവിടെ ചിലപ്പോൾ അടുത്തിടുന്നവരൊക്കെ പറഞ്ഞു, ഇവിടെ നിൽക്കുന്ന പെണ്ണും പറഞ്ഞു, ചേച്ചി ഇന്നലെ തൊട്ട് അന്വേഷിക്കാന്നപ്പോൾ എന്താ ഓറഞ്ച് വേണം. ഇതിൽ ആകെയുള്ള 30 രൂപയാണ്. 30 രൂപ ആകെ ഉള്ളത് അന്ന് 30 രൂപയുള്ളൂ. ആ 30 രൂപയ്ക്ക് അന്ന് ഓറഞ്ചിന് വില കൊടുക്കും. 30 രൂപയ്ക്കായിട്ട് 3 ഓറഞ്ചാണ്ട് കിട്ടി. ആ ഓറഞ്ച് കൊണ്ടുവന്ന് ഇവർക്ക് പൊളിച്ച് കൊടുത്തു. 2 തിന്നുകൊണ്ട് എൻ്റെ കൈ തുപ്പിയതുകൊണ്ട് പറയാന്ന്, ചേച്ചിയുടെ വീട്ടിൽ നിന്ന് 2-3 ദിവസം കിടക്കും. അപ്പോൾ 2 ദിവസം, അപ്പോൾ ആയിക്കോട്ടെ 2 ദിവസം കിടക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് ഇങ്ങനെ പോകുന്നത്, എൻ്റെ ചെറിയ മോന് പനിയായി, എന്നെയും പനിച്ചു. ഞാൻ അന്ന് പകൽ പോയില്ല. അന്ന് വൈകിട്ട് പപ്പ ചോറും കൊണ്ടുപോയി. പിറ്റേ ദിവസം പകൽ പപ്പയെ കണ്ട കോഴിയിറച്ചി വേണമെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടം. ഇറച്ചി മേടിക്കാനും പൈസ ഇല്ല. ഇറച്ചി മേടിക്കാനുള്ള 25 കറി മേടിക്കാൻ പോലും ഞങ്ങളുടെ പൈസയില്ല. പപ്പ അന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട്
ഡ്യൂട്ടി കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ ഡ്യൂട്ടി കഴിയുന്ന സമയം അറിയാമല്ലോ, 4 മണി 5 മണി കഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫൊക്കെ വിളിച്ചോണ്ട് അങ്ങനെ ഒരിടത്ത് ചെന്ന് പൈപ്പ് പണിതിട്ടാണ് 100 രൂപ കിട്ടി. ആ 100 രൂപയും കൊണ്ട് ഞങ്ങൾ കോഴിയിറച്ചി മേടിച്ച് കൊടുക്കാൻ ചോറുമായിട്ട് പേവാണ്ടതിൽ ചെല്ലുമ്പോൾ ആ കുട്ടിയുടെ ശവം മോർച്ചറിലേക്ക് കൊണ്ടുവരികയാണ്. ദളിത വിഭാഗത്തിൽപ്പെട്ട ബാലചന്ദ്രന്റെയും ചേരമർ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട അനിലയെയും മനുഷ്യ സ്നേഹത്തെക്കാൾ വലിയ മതമില്ല എന്ന് ജീവിതം പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളായ അരുണിനും കിരണിനും അമലിനും ജന്മാവകാശമായി ഈ മാതാപിതാക്കൾ നൽകിയത് ഭൂമിയിലെ നിന്ദിതരെയും പീഡിതരെയും ആത്മാവിന്റെ അയൽക്കാരാക്കാനുള്ള സന്നദ്ധതയത്രേ. ദീനർ സേവാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ ഇപ്പോഴത്തെ അന്തേവാസികളായ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ശ്രീധർ, ശങ്കർ, യുപിക്കാരനായ കിഷോർ കുമാർ, ഒരു കൈ സ്വയം മുറിച്ചു കളഞ്ഞ മഹാരാഷ്ട്രക്കാരൻ വിജയ് കുമാർ, പിന്നെ സുനിലും പാപ്പൻ എന്ന കുര്യൻ ചേട്ടനും ഇവരെയൊക്കെ സ്വന്തം കുടുംബാംഗങ്ങളായി ഉൾക്കൊള്ളാൻ മക്കൾക്ക് സാധിക്കുന്നു എന്ന് അനില അഭിമാനിക്കുന്നു. ഇപ്പൊ വേദനിക്കുന്ന നമ്മള് ജാതിയൊന്നും തിരിച്ചു പറയുന്നില്ല, ജാതിയല്ല പറയുന്നത്, അധികൃത ദളിതരായ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അവരിവിടെ വന്ന് അവർക്ക് ഇന്ന് വയനാട്ടിൽ നിന്ന് വരുന്ന ചേച്ചിമാരും ചേട്ടന്മാരും പറയും, ഞങ്ങളെ പറഞ്ഞു വിടുമ്പോൾ പറയും, നേരത്തെ വന്ന് കിടന്നവർ പറയും, നമുക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കലിൽ ഒരു ചേച്ചിയും ചേട്ടനും കൊണ്ട് വസ്ത്രം തരും, ഭക്ഷണം തരും, നമ്മളെ സഹായിക്കും. അപ്പം ആ സഹായം ഞങ്ങൾക്ക് നടക്കുന്നത് വരെ ചെയ്യാം. എല്ലാം ചെയ്യും, ഭക്ഷണം കൊടുക്കും, തുണികൾ വാങ്ങി തരും, പായ തരും, പിന്നെ ചായ കുടിക്കാനുള്ള പൈസ തരും. ആരെങ്കിലും ആരില്ല, ചേച്ചി മാത്രമേ കൊടുക്കുള്ളൂ. ഭർത്താവിന് ചുമ, പനി, പിന്നെ വലിയ സൂക്കടായിട്ട് കുറെ ദിവസമായി. പൈസക്ക് ബുദ്ധിമുട്ടില്ല, ചേച്ചി തരും. 20-50 ഒക്കെ തരും. ആ പൈസ കൊണ്ട് ചായ മേടിച്ച് കുടിക്കുക. ചായ ചോറല്ലേ തരാ, ചോറ് കറി ഉപ്പരൊക്കെ തരുന്നുണ്ട് ചേച്ചി. ഞങ്ങൾ പാവങ്ങളാണ്. ഞാൻ പപ്പയ്ക്ക് ഒരു ജോലി ഉണ്ടെന്നേ ഉള്ളൂ. പപ്പയുടെ അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ്, എൻ്റെ അച്ഛൻ ചുമട്ട് തൊഴിലാളിയാണ്. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ ആങ്ങളമാരൊക്കെ തൊഴിലാളികളാണ്. അപ്പം ഞങ്ങൾ പട്ടിണി എന്തെന്ന് അറിഞ്ഞിട്ടുണ്ട്. വിശപ്പറിഞ്ഞവനെ വിശപ്പറിയത്തുള്ളൂ. അപ്പം അതൊരു ബോധ്യം തന്നെയല്ലേ. അപ്പോൾ ഇത് പാവങ്ങൾ ആയ ഞങ്ങൾക്ക് ഇവരുടെ വിശപ്പ് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ആഴത്തിലിറങ്ങി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം അവർക്കൊരു കൈത്താങ്ങായിട്ട്, അവർക്കൊരു ഹെൽപ്പായിട്ട്, കാരണം അവർ വിഷമിക്കുന്ന സമയം നമ്മളുണ്ട് എന്നുള്ള ഒരു ബോധ്യം അവർക്ക് കൊടുത്തുകൊണ്ട് അവർക്ക് നമ്മളെ കഴിയുന്നൊരു സഹായം ചെയ്യുക എന്നാണ് ഈ ട്രസ്റ്റിൻ്റെ ഞങ്ങൾ നടക്കാൻ പറ്റുന്നവരെ. പാവപ്പെട്ട രോഗികൾ, ആരും ഇല്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്ന രോഗികൾ, എയ്ഡ്സ് വന്നിട്ട് ആരും മൈൻഡ് ചെയ്യാണ്ട് ഒരു ഭാഗത്ത് കിടക്കുന്ന രോഗികൾ, അവരെയൊക്കെ കൊണ്ടുവന്ന് അവർക്ക് 3 നേരവും ഭക്ഷണം കൊടുത്ത്, വസ്ത്രം കൊടുത്ത്, അവരുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് വീട്ടുകാരെ അറിയിച്ച്, അങ്ങനെ ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട്, ആരും ഇല്ലാത്തവർക്ക് പ്രത്യേകിച്ചും ഒരു താങ്ങും തണലുമായിട്ട് അവരിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവരുടെ വീടിൻ്റെ അടുത്ത് ഒരു വീട് റെൻറ്റിനെടുത്ത് അവർ ഒരു 10ഓളം രോഗികളെ ശുശ്രൂഷിച്ച്, സ്വന്തം 3 നേരം ഭക്ഷണം അവനവൻ്റെ കയ്യിൽ നിന്ന് കൊടുത്ത്, റെൻ്റ് അവർ കൊടുത്ത്, അങ്ങനെ 10ഓളം രോഗികൾ അവരുടെ സംരക്ഷണയിൽ ഇവിടെ ഉണ്ട്. അതിൽ മാനസിക അസ്വാസ്ഥ്യമുള്ള രോഗികൾ, വഴിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന രോഗികൾ, ആശുപത്രിയിലെ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുന്ന ഒരു രോഗിയെ കണ്ടുപിടിച്ച് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് താടിയും മുടിയൊക്കെ വൃത്തിയാക്കി നല്ല ഡ്രസ്സൊക്കെ കൊടുത്ത് നമ്മുടെ സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയി പരിചരിച്ച് എല്ലാ സൂക്കേടും മാറി അവരെ ഇപ്പോൾ വീട്ടിലേക്ക് അയച്ചു. അതേപോലെയുള്ള എത്രയോ ഇൻസിഡൻസ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഇവർ താമസിക്കുന്നതും. അപ്പോൾ സാധാരണക്കാർ, അവർക്ക് ഒരുപാട് ആൾക്കാർ സഹായം ചെയ്യാനുള്ള സന്നദ്ധതയായിട്ട് കാണിക്കുന്നുണ്ട്. ഞാനും എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് പറ്റാവുന്ന സഹായം ഞാനും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ നല്ലവരായിട്ടുള്ള ആൾക്കാരുടെ സഹായം കൊണ്ട് മാത്രം അവർ എങ്ങനെയോ ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ട് ഇതെല്ലാം ചെയ്തു പോകുന്നു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ അംഗീകൃത വളണ്ടിയറായ അനില നിരാലംബരായ രോഗികളുടെ ശരീരത്തിലെയും മനസ്സിലെയും ആതുരതകളെ ഒരേപോലെ സമാശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒരു തുച്ഛ വരുമാനക്കാരനായ ബാലചന്ദ്രന്റെ കുടുംബം
തങ്ങൾക്ക് അർഹതയില്ലാത്ത മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അഭിജാതരും സവർണരുമായ പലരും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ സ്വന്തം ദൗത്യത്തിലുള്ള വിശ്വാസദാർഢ്യം പ്രായോഗികമായി തെളിയിച്ചുകൊണ്ട് ഈ ദമ്പതികൾ വിമർശകരെ നിശബ്ദരാക്കി. ഉദാരതയും ദീനാനുകമ്പയും ഒഴിവുവേളയിലെ വിനോദമല്ലെന്ന് വരേണ്യവർഗത്തിന് പെട്ടെന്ന് വിശ്വസിക്കാനാവില്ലല്ലോ. ട്രസ്റ്റ് രൂപീകരിച്ചപ്പോൾ ആളുകൾ നമ്മളോട് പറയുന്നില്ല എങ്കിലും ഞങ്ങൾ പാവങ്ങൾ ചെയ്യുന്നൊരു ശുശ്രൂഷയല്ലേ. ഞങ്ങൾ പാവപ്പെട്ടവരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പാവപ്പെട്ടവരാണ്, ജാതിക്കാരാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാം ഒരു ചാക്കാരി തീർന്നാൽ നിൽക്കുന്ന ഒരു സോഷ്യൽ വർക്ക്. മോശമായ അനുഭവങ്ങൾ വ്യക്തികളുടെ പേര് പറഞ്ഞില്ലെങ്കിലും പരസ്യമായിട്ട് കളിയാക്കുകൾ വളരെയധികം സാമ്പത്തിക നിലപാട് ഉള്ള വ്യക്തികളിൽ നിന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വ്യക്തികളുണ്ട്. അപ്പോൾ പിടിവണ്ടി മേടിച്ചോളാൻ പറഞ്ഞ വ്യക്തികളുണ്ട്. ഭക്ഷണം കൊടുക്കാനായിട്ടേ 4 കാലൊരു പിടിവണ്ടി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ചോറ് തള്ളിക്കോളാൻ പറഞ്ഞ വ്യക്തികളുണ്ട്. ഒരു ചാക്കാരി തീരുമ്പോൾ സോഷ്യൽ വർക്ക് നിൽക്കുമെന്ന്, കാരണം ജോസഫ് ചേട്ടൻ മേടിച്ചെന്ന് അരി തീരുമ്പോൾ സോഷ്യൽ വർക്ക് നിൽക്കുമെന്ന് പറഞ്ഞ വ്യക്തികൾ പരസ്യമായിട്ട് പറഞ്ഞവരുണ്ട്.